പിശാച് മനുഷ്യനെ സ്വാധീനിക്കൽ എങ്ങനെയാ? പിശാചിന് വ്യക്തമായ ഒരു പ്രമാണം ഇല്ല. പകരം എന്താ? ദുർബോധനം. ഇബ്ലീസിന്റെ പ്രമാണം എന്താ? കുത്തിത്തിരിപ്പ. അള്ളാഹുവിന്റെതോ എല്ലാം നിർമ്മാണം, ഇബ്ലീസിന്റെതോ എല്ലാം കുത്തിത്തിരിപ്പ. ഞാനിവിടെ രണ്ടാളും അള്ളാഹിന്റെ പണിയും ശൈത്താന്റെ പണിയും പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി, ഒരു സന്ദേഹവുമില്ലാത്ത വളരെ കൃത്യമായ ഒരു വേദഗ്രന്ഥം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഹുദല്ലിൽ മുത്തഖീൻ, ഇത് സൂക്ഷിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവർക്ക് എക്കാലവും ഇത് മാർഗരേഖയാണ്. ഒരു സംശയമില്ല, ഒരു സന്ദേഹമില്ല. അപ്പോൾ നിർമ്മാണാത്മകമായ കാര്യമാണ് ആര് ചെയ്തത്? ശൈത്താനോ? ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് നിർമ്മാണം നടത്തി. 114 സൂറത്ത്. 114 അവസാനിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു, അയൽവാസി കുത്തിത്തിരിപ്പ് കൊണ്ട് നിൽക്കുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരി വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. സൂപ്പർ മാർക്കറ്റിലേക്ക് ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിങ്ങൾ കയറാൻ വെക്കുന്ന നിങ്ങളെ കാല് നിങ്ങൾ കയറുമ്പോൾ പറയും, എന്ത് സാധനം ഒറിജിനലാന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ മതി കുത്തിത്തിരിപ്പായി. രണ്ടാള് മാർഗം കാണിക്കും. ഒന്ന് സ്രഷ്ടാവായ അള്ളാഹു, രണ്ട് സൃഷ്ടിയായ പിശാച്. ഈ രണ്ടാളുകൾ മാർഗം കാണിക്കും. ഒന്ന് സ്രഷ്ടാവായ അള്ളാഹു മാർഗം കാണിക്കും, രണ്ട് സൃഷ്ടിയായ പിശാചും മാർഗം കാണിക്കും. ഇതില് സ്രഷ്ടാവായ അള്ളാഹു മാർഗം കാണിക്കുന്നതും സൃഷ്ടിയായ പിശാച് മാർഗം കാണിക്കുന്നതും തമ്മിൽ വ്യത്യാസം എന്ത്? സ്രഷ്ടാവായ അള്ളാഹു മാർഗം കാണിക്കുന്നത് വളരെ വ്യക്തമായിരിക്കും. സൃഷ്ടിയായ പിശാച് മാർഗം കാണിക്കുന്നത് എപ്പോഴും വളഞ്ഞോണ്ടായിരിക്കും, ഒരു കുതന്ത്രത്തിലായിരിക്കും. ഒരു നേരെ മാർഗം പിശാച് കാണിക്കൂല. എന്തുകൊണ്ട്? നേര് പിശാചിന് ലക്ഷ്യമില്ല. സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ വഴിക്കല്ലാതെ മാർഗം കാണിക്കുകയേയില്ല. അവനോട് നമ്മൾ അപേക്ഷിക്കുന്നതും നമുക്ക് ചൊവ്വായ മാർഗം കാണിക്കണമേ എന്നാണ്. ചൊവ്വായ മാർഗം കാണിക്കണമേ എന്ന് നമ്മൾ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ചൊവ്വായ മാർഗം അവൻ കാണിച്ചിട്ടുണ്ട്, അതിൽ പ്രവേശിച്ചു പോകാൻ നീ എന്നെ സഹായിക്കണമെന്നാണ്. അല്ലാതെ നീ വളഞ്ഞ മാർഗം കാണിക്കണേ എനിക്ക് ചൊവ്വാക്കി തരണേന്നല്ല. ചില ആളുകൾ അള്ളാഹു ചൊവ്വായ മാർഗം കാണിക്കണേന്ന് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അപ്പൊ വളഞ്ഞ മാർഗം അള്ളാഹു തആല കാണിക്കുന്നുണ്ടോ? ഇല്ല. അള്ളാഹു തആല ചൊവ്വായ മാർഗമേ കാണിക്കൂ, പക്ഷേ അതിൽ പ്രവേശിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് അവസരം നൽകണമേ എന്നാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന വാക്കിന്റെ അർത്ഥം. ചില ആളുകൾക്ക് ചൊവ്വായി കാണിക്കുക, ചില ആളുകൾക്ക് അവ്യക്തമായി കാണിക്കുക, ഇത് അള്ളാഹിന്റെ രീതിയല്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന് തന്റെ സൃഷ്ടിയുടെ കാര്യത്തിൽ ദുരുദ്ദേശം ഇല്ല. സൃഷ്ടിയായ പിശാച് മാർഗം കാണിക്കുന്നതിന്റെ പിന്നിൽ സതുദ്ദേശവും ഇല്ല. അപ്പോൾ വളഞ്ഞു മാത്രമേ ആര് മാർഗം കാണിക്കൂ? പിശാച്. ഇനി നമ്മൾ സൃഷ്ടികളെ രണ്ടാക്കി തരംതിരിക്കാം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാതന്ത്ര്യം എന്ന കഴിവ് നൽകി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതും സ്വാതന്ത്ര്യങ്ങൾ നൽകാതെ അനുഗ്രഹങ്ങളെ പരിമിതപ്പെടുത്തിയതും. അതിൽ തട്ടായി സൃഷ്ടികൾ വളരുന്നുണ്ട്. ഒന്ന്, പാറ, വളർച്ചയില്ല. രണ്ട്, വൃക്ഷങ്ങൾ, സസ്യങ്ങൾ വളർച്ചയുണ്ട്, പക്ഷെ അവകൾക്ക് ഹറക്കത്തില്ല, ചലനമില്ല. മൂന്ന്, മൃഗങ്ങൾ, പക്ഷികൾ വളർച്ചയുണ്ട്, ചലനവുമുണ്ട്, പക്ഷെ വിശേഷജ്ഞാനമില്ല. നാല്, മനുഷ്യർ വളർച്ചയുണ്ട്, ചലനമുണ്ട്, വിശേഷജ്ഞാനമുണ്ട്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യവുമുണ്ട്. ഇതിൽ 3 തട്ടിലും സ്വാതന്ത്ര്യമില്ല. 4ാമത്തെ തട്ടിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് പൂർണ്ണ അനുഗ്രഹവും. ഈ 3 തട്ടിലും അല്ലാഹു തആല ഒരു ഹിദായത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ ഹിദായത്തിന്റെ മേൽ ഒരാൾക്ക് കുഴപ്പമുണ്ടാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവർക്ക് അല്ലാഹു തആല സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. ഖുർആൻ എന്തുകൊണ്ട് വ്യക്തമായ പ്രമാണമായി മനുഷ്യർക്ക് നൽകി എന്നതിനുള്ള തെളിവാണ് ഈ പറയുന്നത്. പാറക്ക് പാറയുടേതായ ചില കാര്യങ്ങളുണ്ടാവും. അവയും അല്ലാഹു തആല തസ്ബീഹ് ഹംദിലൊക്കെ ഉണ്ട്, പക്ഷെ അതെന്താണെന്ന് നമുക്കറിയൂല. അവർക്ക് അത്ര മതി. അവയെ ഒരു പാറയെ പേപ്പിക്കാൻ ഒരാൾക്കൊട്ട് കഴിവില്ല. പിന്നെ സസ്യങ്ങൾ, ലതാദികൾ, അവയെല്ലാം അള്ളാഹുവിന്റെ താഴത്തിലല്ലേ ആണ്. അതിനൊരു ഹിദായത്ത് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതിനെ പേപ്പിക്കാൻ, ഒരു വൃക്ഷത്തെ പേപ്പിക്കാൻ ഒരാൾക്ക് കഴിയില്ല. എന്തുകൊണ്ട്? സ്വാതന്ത്ര്യമില്ല. അതങ്ങനെ തന്നെയാണ്, അതതിന്റെ കണക്ക് അങ്ങനെയാണ്. 3, പക്ഷിമൃഗാദികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി മെച്ചപ്പെട്ട അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അവയുടെ മിൻ ഇൻദിഹി, അവയുടെ നിലക്ക് ഒരാൾക്ക് അതിനെ പേപ്പിക്കാൻ കഴിയില്ല. എന്നാൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ പേപ്പിക്കാം. ഉദാഹരണം,
ഒരു പോത്തിന് ഭ്രാന്ത് പിടിക്കാം, ഒരു പോത്തിൽ പിശാച് കയറിയിട്ട് ഭ്രാന്താക്കി, ആരെ ബുദ്ധിമുട്ടാക്കാൻ? മനസ്സിലെ. അതേ സമയത്ത് ഈ പോത്ത് ഒരു മൃഗം ഭ്രാന്താവുമ്പോഴും അള്ളാഹുവിന്റെ താഴത്തുനിന്ന് പുറകോട്ട് പോകുന്നില്ല. അതായത് അതിന്റെ ഭ്രാന്ത് അനുഭവിക്കുന്നത് ആര് മാത്രം? അതുപോലെയല്ല മനുഷ്യനാണ്. അതിനൊന്നും സ്വാതന്ത്ര്യമല്ല. പിന്നെ അതിലൊക്കെ കയറി കൂടാം. ഒരു പക്ഷിക്ക് ഒരു ഭ്രാന്ത് ഉണ്ടാകാം, ഒരു മൃഗത്തിനുണ്ടാവാം, നമ്മൾ വളർത്തുന്ന ജീവികൾക്കൊക്കെ ഉണ്ടാവാം. പിശാച് അതിനെ സ്വാധീനിക്കാം, പിശാചിനെ സ്വാധീനിക്കാം. ആരെ ഉപദ്രവിക്കാൻ വേണ്ടി? മനുഷ്യരെ നഷ്ടത്തിലാക്കാൻ വേണ്ടി, മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി. എന്നാലും അതിന്റെ താഴത്ത് നടന്നുകൊണ്ടേ പോകും. എന്തുകൊണ്ട്? താഴത്തല്ലാത്തൊരവസ്ഥയിലില്ല. അത് ഹുറല്ല, സ്വതന്ത്രനല്ല. നാലാമത്തെ വിഭാഗമാണ് എന്ത്? മനുഷ്യനിൽ ഇതെല്ലാം ഉണ്ട്. അനുഗ്രഹം ചൊരിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഈ അനുഗ്രഹത്തിന് പൂർത്തീകരണമാണ് എന്ത്? സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അനുഗ്രഹങ്ങൾക്ക് വിലയില്ല. സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അനുഗ്രഹത്തിന് വിലയില്ല. ഞങ്ങളോട് പറഞ്ഞു എന്ത്? നിങ്ങളെ തന്നെ 1 കോടിയോ 10 കോടിയോ ഉറുപ്പിക കയ്യിലിട്ട് തന്നിട്ട് നിങ്ങളെ എന്ത് ചെയ്തു? ഊരക്ക് ചെങ്ങലക്കിട്ട് വാപ്പ പിടിച്ചോണ്ട് നടന്നാൽ ഒരു കാര്യമില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഓരോ സെക്കൻഡിലും വിചാരിച്ചു എല്ലാത്തിനും വാപ്പയിൽ പോയി. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. പൂരപ്പറമ്പിന്റെ സൈഡിലൂടെ വാപ്പി മകനും ഇങ്ങനെ പോയി. 500 റുപ്യ ബാന്റെ കയ്യിലിട്ട് പോക്കറ്റിലിട്ട് വാപ്പ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കയ്യുമെന്ന് വാപ്പ വിടൂല. അവിടെ PP ഉണ്ട്, അവിടെ ആനമയിൽ ഒട്ടകനുണ്ട്, അവിടെ പഴുതുണ്ട്. 500 റുപ്യ കയ്യിലുണ്ട്. ഈ പൂരപ്പറമ്പ് കഴിയുന്നവരെ ഈ പൈസ മതിയാവും ചെയ്യും. തിന്നാൻ പഴുതുണ്ട്. പക്ഷേ ഈ കാക്ക തിന്നൂല്ല, തീറ്റിക്കൂല, വാങ്ങിക്കൊടുക്കൂല. പോക്കറ്റിൽ എന്തുണ്ട്? ഒരു കാര്യമില്ല. അതിന് ബാപ്പ മകനെ എന്ത് ചെയ്തു? അപമാനിച്ചു എന്നറിയാം. കാരണം അനുഗ്രഹങ്ങൾ പൂർത്തിയാകണമെങ്കിൽ എന്ത് വേണം? സ്വാതന്ത്ര്യം വേണോ? അതാണ് മനുഷ്യൻ സ്വാതന്ത്ര്യം കൊടുത്തത്. പക്ഷേ അപ്പോൾ അവൻ മസ്ഊലായിരിക്കും, ഉത്തരവാദി. പോക്കറ്റിൽ നിന്ന് 500 എടുത്താൽ എടുത്തു. 2 മക്കളെ വിളിച്ച്, പൈസ ഉണ്ട് എന്റെ കയ്യിൽ, ആർക്കാ വേണ്ടത്? ഞാൻ എടുത്തരാം. പക്ഷേ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്തിന് ചെലവാക്കി എന്റെ കണക്കാണ് കൃത്യമായി വരേണ്ടി വരും. ഇല്ലെങ്കിൽ ആട്ടത്തിന് ചൂരലി ഞാൻ എടുക്കും, അത് ശരിയാക്കും എന്ന് പറഞ്ഞു. അതല്ലേ പൈസ ഒന്നും വേണ്ട, എന്റെ ഒപ്പം പോരാ, ഞാൻ കുടിക്കും, ഞാൻ തിന്നും, ഞാൻ കാണുന്നത് കാണും. അങ്ങനെ പറഞ്ഞോ? അങ്ങനെയാകാം. ഒരു ചോദ്യം ഉണ്ടാവില്ല, എന്റെ ഒപ്പം പോരാ. അപ്പോൾ ഒരാൾ ദുർബലനാ. അപ്പോ പറഞ്ഞു എന്ത്? പാപ്പ തല്ലുള്ളവനാവൂല, ഞാൻ ഒപ്പം പോരാ. മറ്റോ പറഞ്ഞു എന്ത്? തല്ലെങ്കിൽ തല്ല്, കൊല്ലെങ്കിൽ കൊല്ല്, നിങ്ങൾ 500 നോട്ട് കിടക്കി. അപ്പൊ ഈ 500 നോട്ട് വാങ്ങിയവൻ ആരാണ്? മസ്ഊലാണ്. മറ്റോൻ ആരല്ല? മസ്ഊലല്ല, ഒരു ഹുറല്ലല്ലോ. ഇതാണ് ലോകത്തുള്ള എല്ലാ സ്പീഷീസിൽ നിന്നും മനുഷ്യന്റെ പ്രത്യേകത. മനുഷ്യൻ എന്തുണ്ട്? സ്വാതന്ത്ര്യം. വെളുസാൻ തീരുമാനിച്ചത്. അപ്പൊ മസ്ഊലായിരിക്കും. അവിടെ വേറൊരു കാര്യമുണ്ട്. എന്ത് അനുഗ്രഹമുണ്ട്? എന്ത്? 500 റുപ്യ കൊടുത്തിട്ട് വാങ്ങി സ്വതന്ത്രനായി പോകുന്ന മകന് ഒരു മാനിഫെസ്റ്റോ കൊടുക്കും. ഒപ്പം കൊണ്ടുപോകുന്ന മകന് മാനിഫെസ്റ്റോയുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സ്വാതന്ത്ര്യമില്ല. ഇതാണ് ഖുർആൻ. അതുകൊണ്ട് വേറെ ഒരു സ്പീഷീസിനും എന്തിന്റെ ആവശ്യമില്ല? ഖുർആന്റെ ആവശ്യമില്ല. കാരണം അവക്കൊന്നും എന്തില്ല? സ്വാതന്ത്ര്യമില്ല. അവയെല്ലാം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടതാണ്. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ സ്വപ്നമുള്ള ജീവിയാണ്. നമ്മുടെ പഴയ പ്രസിഡന്റ് പറഞ്ഞൊരു വാക്കുണ്ട്, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. അത് വർത്താനം. സ്വപ്നം എന്നാൽ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, ഉറങ്ങാൻ അനുവദിക്കാതെ നിങ്ങളെ ഉറക്കം കെടുത്തുന്നതാണ്. അതാണ് സ്വപ്നം. അതുള്ള കാര്യത്തോളം നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല. അതാണ് സ്വപ്നം. അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ. അവിടെയാണ് നിങ്ങളുടെ വിജയം. അപ്പോൾ മനുഷ്യന് സ്വപ്നം ഉണ്ടാവും, മറ്റേക്കൊന്നും എന്തില്ല? സ്വപ്നമില്ല. എന്തുകൊണ്ട്? എങ്ങനെ കിട്ടും? എന്ത് സ്വപ്നം? ഹുറല്ലേ സ്വപ്നത്തിന് ആവശ്യമുള്ളൂ. സ്വപ്നം കൊണ്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഹുറു സ്വതന്ത്രനല്ലേ കഴിയൂ. ആ ഗോളത്തലത്തിൽ സ്വപ്നം കാണുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും സ്വപ്നം കാണും. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് സ്വപ്നം കാണും. താൻ മരിച്ചിട്ട് പിന്നെ വരുന്ന തലമുറകൾക്കുള്ളവരെ സ്വപ്നം കാണും. ഇവിടെ 10 സെന്റ് ഭൂമിയും അവസാന ശ്വാസത്തിന് മുമ്പ് വാങ്ങിടാം ഒരാൾ. എന്റെ മക്കളെങ്കിലും ഇവിടെ 40 നില കെട്ടിടം പണിയുന്നത് സ്വപ്നം കണ്ടുകൊണ്ടായി അയാൾ മരിക്കാം. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വേണം. മനുഷ്യന് അള്ളാഹു തആല ഒരു അനുഗ്രഹം കൊടുത്തു. എന്ത്? സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ എന്ത് കൊടുത്തു? ഒരു മാനിഫെസ്റ്റോ കൊടുത്തു. അതൊരു അനുഗ്രഹം. എന്തുകൊണ്ട്? 2 കാര്യത്താൽ. ഒന്ന് അനുഗ്രഹമായത് കൊണ്ട് കൊടുത്തു,
രണ്ട്, നാളെ അവൻ ചോദിക്കരുത് എന്ത് തല്ലാൻ പിടിക്കുന്ന നേരത്തെ നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇത് ചെയ്യാൻ പാടുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ഐസാനപ്പ പറഞ്ഞിനോ? വൈകുന്നേരം വന്നപ്പോൾ ചോദ്യം ചെയ്ത് അപ്പോൾ 3/4 ഭാഗം പൈസ വേണ്ടാത്തിനാ ചെലവാക്കിയിട്ടുള്ളത്. ചൂരൽ അട്ടത്തേക്ക് കൈയിട്ടപ്പോൾ ഇവന് പറയാം എന്ത് കൈയിടാൻ അവിടെ വരട്ടെ, നിങ്ങൾ പറഞ്ഞു എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എനിക്കൊല്ലോ അറിയോ? അപ്പൊ പിന്നെ ചൂരലിനോട് ചാൻസ് ഇല്ല, സമ്മാനത്തിനും ചാൻസ് ഇല്ല. എന്തുകൊണ്ട്? അവൻ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അനിവാര്യം ഒരു അവിചാരിതമായി വന്നു പോയ നന്മയിരിക്കും. അല്ലാതെ ഇന്നാലിന്റെ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നന്മ ചെയ്യാൻ ഇവനുള്ള ചാൻസും ഇല്ല. നേരെ മറിച്ച് മകന് 500 രൂപ കൊടുത്തപ്പോൾ ഒരു മാനിഫെസ്റ്റോ കൊടുത്തു. എന്ത്? ഈ വൈക്കൽ പോയാൽ അവിടെ ആനമൈല ഒട്ടകണ്ട്, ആ ഭാഗത്ത് പോകരുത്. ഈ വൈക്കൽ പോയാൽ നിസ്കാര പള്ളിന്റെ അതിന്റെ സൈഡിൽ ചായപ്പൊടി ഉണ്ട്, അവിടെ തെസ്ബീഹ് വിൽക്കുന്ന വീടുണ്ട്, അവിടുന്ന് മുസല്ല കിട്ടും. ഈ വൈക്ക് ഇങ്ങനെ പോയാൽ മതി, ഈ വൈക്ക് പോകരുത്. അവിടെ എല്ലാം കറക്കിക്കുത്തും കിലുക്കിക്കുത്തിന്റെ ആളുകളാണ്. അത് പൈസയും നശിപ്പിക്കും, സമയം നശിപ്പിക്കും, എല്ലാം നശിപ്പിക്കും. മാത്രമല്ല അവിടെ ഉള്ളവരൊക്കെ തമ്മാടികളാ, ആ കൂട്ടത്തിൽ എന്നെ കൂട്ടും. ഈ വൈക്കൽ പോയാൽ ഒക്കെ സാലിഹ്യങ്ങളാ, ആ കൂട്ടത്തിൽ കൂടെ നന്മണ്ടോ. മാനിഫെസ്റ്റോ കൃത്യമായി എഴുതി കൊടുത്തു, സ്വാതന്ത്ര്യം കൊടുത്തു. ഊരമ്മ ചെങ്ങലല്ല, ചെലവാക്കാൻ അനുഗ്രഹമുണ്ട്, വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വ്യക്തമായി. ഇനി വൈകുന്നേരം അവൻ അടിക്ക് പാത്രീഭൂതനായാൽ അതിന്റെ കാരണക്കാരനും അവൻ തന്നെ. നേരെ മറിച്ച് ബാപ്പാവിന്റെ സന്തോഷത്തിന് പാത്രീഭൂതനായാൽ അതിന്റെ കാരണക്കാരനും അവൻ തന്നെ. ആരെങ്കിലും നന്നായാൽ അതിന്റെ കാരണക്കാരൻ അവനാണ്, ആരെങ്കിലും പഴച്ചാൽ അതിന്റെ കാരണക്കാരനും അവൻ തന്നെ. സൂറത്തുൽ ഇസ്രാ ഒരാൾ നന്നായി ജീവിച്ചാൽ അത് അവന് വേണ്ടിയാണ്. ഒരാൾ പഴച്ചാൽ അതിന്റെ നഷ്ടവും അവൻ തന്നെയാണ്. ഒരാൾ വേറൊരാളുടെ പാപഭാരം വഹിക്കേണ്ടി വരികയില്ല. കൃത്യമായ വർത്താനം. അതുകൊണ്ട് ഒരു ജീവവർഗത്തിന് അല്ലാഹു തആല നൽകിയ വ്യക്തമായ അനുഗ്രഹം ചൊരിഞ്ഞു കൊടുത്തത് കൊണ്ട് അവർക്ക് വ്യക്തമായി എന്ത് വേണ്ടി വരും? മാനിഫെസ്റ്റോ വേണം. മാനിഫെസ്റ്റോ ഇല്ലാതെ ഇവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കൊടുത്താൽ അത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ന്യായം ഉണ്ടാവില്ല. അവരെ സ്വർഗത്തിനും ന്യായമില്ല, നരകത്തിനും ന്യായം. നേരെ മറിച്ച് രണ്ടാമത്തെ വിഭാഗം, ആദ്യത്തെ 3 വിഭാഗം അനുഗ്രഹമില്ല, സ്വാതന്ത്ര്യമില്ല, അനുഗ്രഹം പരിമിതം, സ്വാതന്ത്ര്യം തീരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മാനിഫെസ്റ്റോ കൊടുക്കുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പാപ്പ ഊരൊക്കെ കയറും പിടിച്ച് കൊണ്ടു നടക്കുന്ന മകന് ഞാൻ എന്നൊക്കെ ചെയ്യാൻ പാടുണ്ട്, ഞാൻ എന്നൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു മാനിഫെസ്റ്റോ പോകുമ്പോ തന്നെ എഴുതി കൊടുത്താൽ അത് അവനെ അപമാനിക്കണം. എന്തുകൊണ്ട്? അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഇല്ല. പിന്നെയും ഈ എഴുത്താണ് അവരെ മനസ്സിനെ വേദനിപ്പിക്കുക. മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞ ഒരു മെനു കാർഡാണ്. ഇന്നതെടുക്കാം, ഇന്നതെടുക്കരുത്, ഇന്നതൊക്കെ ആവാം. ചായ നുറുക്ക് മാത്രം കൊടുക്കുന്നവന് എന്തിന്റെ ആവശ്യമില്ല, മെനു കാർഡ് വേണ്ട. എന്തുകൊണ്ടാണ് മനുഷ്യനല്ലാത്ത ജീവികൾക്ക് അല്ലാഹു തആല ഒരു മെനു കാർഡ് കൊടുക്കാതിരുന്നത്, ഒരു മാനിഫെസ്റ്റോ കൊടുക്കാതിരുന്നത്? അവർക്ക് ചായ നുറുക്കുള്ളൂ. ചോയ്സ് അനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഇല്ല. അപ്പോൾ പിന്നെ ഒരു മാനിഫെസ്റ്റോയുടെ ഒരു മെനു കാർഡിന്റെ ആവശ്യം അവർക്ക് ഇല്ല. അവർക്ക് മെനു കാർഡ് കൊടുക്കുന്നത് അവയെ അപമാനിക്കുന്നതിന് തുല്യാണ്. മനുഷ്യനൊരു മാനിഫെസ്റ്റോ കൊടുത്തിട്ടില്ലെങ്കിൽ അവനെ ശിക്ഷിക്കാൻ നേരത്തെ തീരുമാനിച്ചതുപോലെ ഉണ്ടാവും. അപ്പോൾ മനുഷ്യനല്ലാത്ത വർഗങ്ങൾക്ക് ഖുർആൻ ഒരു വേദഗ്രന്ഥം കൊടുക്കാത്തതും അനുഗ്രഹമാണ്, മനുഷ്യർക്ക് വേദഗ്രന്ഥം നൽകിയതും അനുഗ്രഹമാണ്. ഇതാണ് അതിന്റെ ന്യായം. ഇനി നമുക്ക് ആ വേദഗ്രന്ഥത്തിലേക്ക് തിരിച്ചു വരാം. അതൊരു മാനിഫെസ്റ്റോ ആണ്. അനുഗ്രഹങ്ങൾ മുഴുവനും ചൊരിഞ്ഞുകൊടുത്ത് അനുഗ്രഹത്തിന്റെ മുകളിൽ സ്വാതന്ത്ര്യവും നൽകിയ സൃഷ്ടികൾക്ക് ആകുന്ന മനുഷ്യന് മാത്രം അല്ലാഹു തആല എന്ത് നൽകി? മാനിഫെസ്റ്റോ നൽകി. ആ മാനിഫെസ്റ്റോ ആണ് എന്ത്? ഖുർആൻ, തൗറാത്ത്, ഇൻജീൽ, സബൂർ. ഇനി ഈ മാനിഫെസ്റ്റോയുടെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിന്റെ പക്കൽ നിന്നാവുമ്പോൾ അത് വ്യക്തമായിരിക്കും. വ്യക്തം. എന്തുകൊണ്ട്? അനുഗ്രഹങ്ങൾ നല്ലതിൽ ചെലവഴിക്കണമെന്ന ഉദ്ദേശം മാത്രമേ അള്ളാഹുവിന് ഉള്ളൂ. വൽ കിതാബിൽ മുബീൻ, വ്യക്തമായ വേദഗ്രന്ഥമാണ് സത്യം എന്ന് പറയാനുള്ള കാരണമാണ് ഇവിടെ പറയുന്നത്. ഖുർആനിൽ ഒരു വളവും തിരിവുമില്ല. നീ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലോ അതുകൊണ്ട് അമൽ ചെയ്യേണ്ട ബാധ്യതയും നിനക്കില്ല. തിരിച്ചറിയാത്തതും ഖുർആനിൽ വരൂലേ? വരാം. അതൊരു പരീക്ഷണമായിരിക്കും. നിനക്കതിന് ഉത്തരവാദിത്തമില്ല. തിരിച്ചറിയാത്ത വിഷയങ്ങൾ ഖുർആനിൽ ഉണ്ടാവൂലേ? ഉണ്ടാവും. സാധാരണ പൊതുജനത്തിന് തിരിച്ചറിയാത്ത വിഷയങ്ങൾ, സാധാരണ ഉലമാക്കൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിഷയങ്ങൾ എവിടെ ഉണ്ടാകാം? എല്ലാം ഉണ്ട്. സാധാരണക്കാർക്ക് വ്യക്തമല്ലാത്ത
സാധാരണ പണ്ഡിതന്മാർക്ക് പോലും വ്യക്തമല്ലാത്ത വിഷയങ്ങൾ, വചനങ്ങൾ ഖുർആനിലില്ലേ? ഉണ്ട്. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ, നിങ്ങൾക്ക് പരിശുദ്ധ വേദഗ്രന്ഥം ഇറക്കി തന്നവൻ അവനായ അല്ലാഹുവാണ്. മിൻഹു, അതിലുണ്ട് ആയാത്തും മുഹ്കമാത്തുൻ, ഗണ്ഡിത നിയമങ്ങളുള്ള ആയത്തുകൾ. ഹുന്ന ഉമ്മുൽ കിതാബി, അതാണ് ഈ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാന പ്രമാണം. വഉഖറു, വേറെ ചില ആയത്തുകളും ഖുർആനിലുണ്ട്. മുത്തശാബിഹാത്തുൻ, തിരിച്ചറിയായ്മയുള്ള വിഷയങ്ങളെ ഗണ്ഡിതമായി തിരിച്ചറിയുന്ന ആയത്തുകൾ ഖുർആനിലുണ്ട്. അതാണ് ഏറെയും, അതാണ് ഖുർആന്റെ മർമ്മം. വഉഖറു, വേറെ ചില വചനങ്ങളും ഉണ്ടാവും. മുത്തശാബിഹാത്തുൻ, സാധാരണ പണ്ഡിതന്മാർക്ക് പോലും അതിന്റെ ഉൾസാരത്തെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയൂല. അതിൽ പണിയെടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അതെന്തിനാ ഇറക്കിയത്? എന്തിനാ? അതൊരു പരീക്ഷണമായിരിക്കും. ഹൃദയത്തിൽ വക്രതയുള്ളവർ അവർ പിന്തുടരുക തിരിച്ചറിയാത്ത വചനങ്ങളെയാണ് ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി. ആലി ഇമ്രാൻ 6-ാമത്തെ വചനം. ഇവിടെ ഇബ്ലീസിനെ പണിയെടുക്കാൻ തീരുമാനിച്ചവർക്കും ഒരു ആയുധമാണ്. അല്ലാഹു ആരാ? റഹ്മാനാ. വഴിപ്പെട്ടവർക്കും വഴിപ്പെട്ടവരുടെ ആയുധമുണ്ട്, വഴിപ്പെടാത്തവർക്ക് അവർക്ക് വേണ്ട ആയുധം കൊടുക്കുന്നവനായ റഹ്മാനാണ്. ആര്? അല്ലാഹ്. എന്താണ് അല്ലാഹു? എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടാവും വേണം. അതോ അതിന്റെ ഒരു ആവശ്യമുണ്ട്? ഈ കാണുന്ന ഇതിൽ നമുക്ക് കഴിക്കാവുന്ന ഒരുപാട് ജീവികളെ പടച്ച അവൻ തന്നെയാണ്. പാമ്പിനെയും മൂർഖമാമയും പറിച്ച്, തേളിനെയും പല്ലിയെയും പറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉപദ്രവമാണ്. പക്ഷേ അതിവിടെ ഒരു അനിവാര്യതയാണ്. ആ അനിവാര്യത ഇല്ലെങ്കിൽ ഇതൊന്നും ഈ ഭംഗിയിൽ നിലനിൽക്കൂല. ഖണ്ഡിതമായ വിഷയങ്ങളുള്ള ആയത്തുകളുണ്ട്. ഉമ്മുൽ കിതാബി, വേദഗ്രന്ഥത്തിൽ പ്രധാനമായി ഉദ്ദേശിക്കപ്പെട്ടത് അവയാണ്. എന്നാൽ വഉഖറു, വേറെ ചില ആയത്തുകളുണ്ട്. മുത്തശാബിഹാത്തുൻ, തിരിച്ചറിയാത്ത. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ ഫയത്തബിഊന, അവർ പിന്തുടരുക മാ തശാബഹ മിൻഹു, തിരിച്ചറിയാത്ത വചനങ്ങളെയാണ്. ഇബ്തിഗാഅൽ ഫിത്ന, ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി. വബ്തിഗാഅ തഅ്വീലി, അവരുദ്ദേശിച്ച നിലക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയും. വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, അത്തരം ആയത്തുകളുടെ യഥാർത്ഥ വ്യാഖ്യാനം അല്ലാഹുവിനെ അറിയൂ. അപ്പോൾ ബാക്കിയുള്ളവരോ? അത് നമുക്ക് തിരിച്ചറിയാത്ത കാര്യമാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, നമുക്ക് സാധ്യമല്ലാത്ത കാര്യം അല്ലാഹു നമ്മോട് കൽപ്പിക്കുകയുമില്ല. പിന്നെയോ അതിവിടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അതിൻ്റെതായ കാര്യം ഉണ്ടാവും. മറ്റൊരു ഫിത്നന്റെ വഴിക്ക് അങ്ങനെ പോകും. അതിലങ്ങനെ ഖുർആനിലില്ലേ? തർക്കിക്കാൻ വേണ്ടി മാത്രം ഖുർആൻ ഓതുന്നവരുണ്ട് ഇല്ലേ? തർക്കിക്കാൻ മാത്രം ഖുർആൻ ഓതുന്നവരില്ലേ? അവർക്ക് ഖുർആൻ കൊണ്ടുള്ള പണി എന്താ? തർക്കിക്കൽ. വേറെ ലക്ഷ്യമില്ല. പെണ്ണുങ്ങൾ ജുമയക്ക് പോകുന്നതിൽ എന്താണ്, അങ്ങനെ തെറ്റെന്താണ്, ഇങ്ങനെ തെറ്റെന്താണ്, അങ്ങനെ പറയും. ഇവന്റെ ഉമ്മ ഒരു ജുമയക്കും പോകാത്ത എന്റെ ഉമ്മ ഉറക്കെ കരിമ ചൊല്ലി സ്വാര്യത്തായി തഖയ്യത്തൻ നഖയ്യത്തുമായി പടച്ചോനെ പേടിച്ച ഉമ്മയായി ആ നാട്ടിന് മുഴുവൻ ഒരു വിളക്കായ ഉമ്മയായി മരിച്ചു പോണത് ഇവന്റെ കണ്ണിൽ കണ്ടതാണ്. ഇവന്റെ പെണ്ണുങ്ങളെ അരക്കായ്ക്ക് കൊള്ളൂലെന്ന് ഇവൻ അറിയണതാണ്. പെണ്ണിന് വീട്ടിന്റെ ഉള്ളിലാണ് നല്ലത് എന്നത് ഹദീസിന്റെ വചനം സ്പഷ്ടമാണ്. എന്നിട്ട് വിതരണം ഉണ്ടാക്കും. അങ്ങനെ തന്നെയല്ലേ? എന്താ ഉദ്ദേശം? അവരുദ്ദേശിച്ച വഴിക്ക് തെവീൽ ചെയ്ത് ദുർവ്യാഖ്യാനം ചെയ്ത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കണം. ഇങ്ങനെ വായ്പാന്ന് പറഞ്ഞപ്പോൾ ഇരട്ടിയായി നിങ്ങൾ പലിശ വാങ്ങി തിന്നരുത് എന്ന് പറഞ്ഞപ്പോൾ ഒരു സംഘം ആളുകൾ അതിന് ചർച്ച ചെയ്തു. എന്ത് ഇരട്ടിയായി വാങ്ങിയതെന്നാ പറഞ്ഞത്? അപ്പൊ 200 മാസം 200 വാങ്ങലേ കുഴപ്പമുള്ളൂ, 99 വരെ ആകാം. നിങ്ങൾ ഇരട്ടിയായി വാങ്ങിയതെന്നാ പറഞ്ഞത്. ഇവരെപ്പോഴത്തെ ആളുകൾ ഹൃദയത്തിൽ വക്രമുള്ളവര്, ഇരുത്തം ചെന്ന വിജ്ഞാനമുള്ള ആളുകൾ യഖൂലൂന, അവർ പറയും ആമന്നാ ബിഹി, അല്ലാഹ് ഇറക്കിയ ആയത്താണ്, ഞങ്ങളത് വിശ്വസിച്ചു. കുല്ലും ഇൻദി റബ്ബിന, അത് നമ്മളെ റബ്ബിന്റെ വക്കന്ന് വന്നതാണ്, നമ്മൾ വിശ്വസിച്ചു. മാ യദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, അകക്കമുള്ളവർക്ക് മാത്രമേ ഉത്ബോധനം സിദ്ധിക്കാൻ കഴിയുകയുള്ളൂ. അവർ നന്നാവും. യഥാർത്ഥ ജ്ഞാനമുള്ളവർ മറ്റൊരു എന്ത് ചെയ്യും? വെറുതെ കുഴപ്പമുണ്ടാവും. ഇവിടെ നേരായി ജീവിക്കാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് നേരായി സ്പഷ്ടമായ നിയമങ്ങളുള്ള ഗ്രന്ഥാണ് ഖുർആൻ. എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. വ്യക്തം. എന്തുകൊണ്ട്? ജനങ്ങളെ പിഴപ്പിക്കലല്ല അള്ളാഹുവിന്റെ ലക്ഷ്യം, ജനങ്ങൾ നേർവഴിക്ക് വരില്ല. കൃത്യം എന്റെ പിന്നാലെ പോകേണ്ട മറ്റൊന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച കാര്യം ഉണ്ടാവും. റബ്ബിന 286 ആയത്താണ് ബഹുമാനപ്പെട്ട അൽ-ബഖറ. അതിൽ 285 ആയത്ത് കൊണ്ടും ഉപദേശം സിദ്ധിക്കൂല. ആദ്യത്തെ ആയത്തിൽ തർക്കിച്ചിറങ്ങും. അലിഫ് ലാം മീം എന്തിനു പറഞ്ഞു? അതെന്താണ്? അങ്ങനെ കൂടും. 285 ആയത്ത് വ്യക്ത.
ഒരായത്തിന്റെ മാന അറിയില്ല. ഏത്? അലിഫ് ലാം മീം. നാം മരണം വരെ ഇതിൽ തർക്കിക്കും. ഏതിന്? അലിഫ് ലാം മീം. അതെന്തേ? അതുകൊണ്ട് ഇറക്കിയ റബ്ബിന്റെ ഉദ്ദേശം റബ്ബ് നടത്തും. എന്നോടും എന്നോടും അറിയാത്തത് ചെയ്യാനുള്ള കൽപ്പന ഇല്ല. ലോകത്ത് കഴിഞ്ഞു പോയ മുഫസ്സിരീങ്ങളൊക്കെ അള്ളാഹു അഅലം ബി മുറാദി, അതിന്റെ മുറാദ് അള്ളാഹുവിനെ അറിയൂ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് വിശദീകരിച്ച മുത്തുനബിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച കാര്യം അതുകൊണ്ട് നടപ്പിലായിക്കോട്ടെ. നമ്മളെ അതുകൊണ്ട് അമൽ ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല. ഓതാനേ കൽപ്പനയുള്ളൂ. ഓതിയ കൂലിയുണ്ട്. അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ വലഹസനതു ബിഅശ്രി അംസാലിഹാ. അലിഫ് ലാം മീം എന്ന അർത്ഥം അറിയാതെ ഓതിയാലും നിങ്ങൾക്ക് അലിഫ് ഒരക്ഷരമല്ല, അക്ഷരമാണെങ്കിൽ 10 കൂലിയുണ്ട്. ലാം ഒരക്ഷരമാണെങ്കിൽ 10 കൂലിയുണ്ട്. മീം ഒരക്ഷരമാണെങ്കിൽ 10 കൂലിയുണ്ട്. അപ്പോൾ അലിഫ് ലാം മീം എന്നോദിയാൽ ചുരുങ്ങിയത് 30 കൂലിയുണ്ട്. അർത്ഥറിയോ? ഇല്ല. അതിന്റെ കുല്ലു മിൻ ഇൻദി റബ്ബിന, അതൊക്കെ ആരിറക്കിയതാണ്. നമുക്കതിന് അർത്ഥം അറിയില്ല. അർത്ഥം അറിയേണ്ട ആവശ്യമില്ല. എന്നാലോ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ് എങ്കിൽ അവർ അൽമ കൂടും. 285 ആയത്ത് കൊണ്ട് അവർ ഉപദേശം സിദ്ധിക്കൂല. എന്നാൽ ആദ്യത്തെ ആയത്തുമ്പോൾ അങ്ങനെ വെറുതെ നേരം കഴിയും. ഇങ്ങനെയാണ് എല്ലാം. അങ്ങനെയാണ് എല്ലാം. ചില ഫളായിലുകളൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. ചിലപ്പോൾ ആ ഹദീസ് ലഈഫായി, ആ ഹദീസ് ലഈഫാണ് എന്ന് പറയാൻ വേണ്ടി അങ്ങാടി സ്റ്റേജ് കെട്ടി മൈക്ക് കെട്ടി സംസാരിക്കും മണിക്കൂർ കണക്കിന്. ഇന്നാലിന്ന ആയത്ത് ഓതിയാല്, ഇന്നാലിന്ന സൂറത്ത് ഓതിയാല് അവന് രാത്രിയില് ഹയാത്താക്കിയ കൂലിയുണ്ട് എന്നൊരു ആയത്തുണ്ട്. നോക്കൂ, ഉദാഹരണം പറയാം. ഇന്നാലിന്ന സൂറത്ത് ഓതിയാൽ ഈമാൻ വർദ്ധിക്കും എന്ന ഹദീസ് ഉണ്ട്. നോക്കൂ, ആ ഹദീസ് ലഈഫാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മണിക്കൂർ കണക്കിന് സ്റ്റേജ് കെട്ടി മുസ്ലിമീങ്ങൾ സ്റ്റേജ് കെട്ടി കൊടുക്കും. ഒരു മൗലവി അതിന്റെ മേലെ കയറി പ്രസംഗിക്കും. ശരി, ഇത് കേൾക്കുന്ന ജനം എന്ത് മനസ്സിലാക്കും? ഓ, ആ സൂറത്ത് ഓതിയിട്ട് അങ്ങനെ പ്രത്യേകത ഒന്നും ഇല്ല. ശരി, അതൊരു ഒഴിവാക്കും. ആ നേരം എന്ത് ചെയ്യും? സിനിമാണു. ഇതിന്റെ ഗണ്യതമായി ഫളായിലെ ഹദീസ് ഇറങ്ങാനും അത് അള്ളാന്റെ പരീക്ഷണാണ്. ഫളായിലിന്റെ ഹദീസിൽ 90% ലൈഫ്. പക്ഷെ ലൈഫായ ഹദീസ് തള്ളൊന്നും വേണ്ട. എവിടെയോ ചില എന്തെങ്കിലും ദുർബന്ധം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അത് അമലിനെടുക്കാം. ഫളായിലിൽ പറഞ്ഞ ഹദീസുകൾ, അതായത് ഇന്നാലിന്റെ സൂറത്ത് ഓതിയാൽ ഇന്നാലിന്റെ നേട്ടമുണ്ട് എന്ന് പറഞ്ഞ ഫളായിലിന്റെ ഹദീസുകൾ ലൈഫാണെങ്കിലും അവിടെ അമൽ ചെയ്യാൻ ഉപയോഗിക്കാം എന്ന് പണ്ഡിതന്മാരുടെ നിയമമുണ്ട്. അത് അമലിനെടുക്കാം. ഇതൊക്കെ അറിയണോരെന്നെയാ. ആ ഹദീസിന് ചിലപ്പോൾ ചില ദുർബലത ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഹദീസിന് ദുർബലത ഉണ്ടായത്? ദുർബലമില്ലാത്ത ഹദീസ് തന്നെ നമുക്ക് അല്ലാഹു തആല തന്നൂടായിരുന്നോ? അതെന്താണ്? അതൊരു പരീക്ഷണാണ്. എന്തുകൊണ്ട്? ഈമാനുള്ളവർ മാത്രമേ ലൈഫാണെങ്കിൽ അമൽ ചെയ്യുള്ളൂ. മറ്റൊരു അയിമ തള്ളിക്കളയും. തള്ളുകയാണെങ്കിൽ ബുഖാരി മുസ്ലിം ഒക്കെ തള്ളേണ്ടി വരും. പിന്നെ നബി ഓനോട് നേരിട്ട് പറയേണ്ടി വരും. അപ്പൊ റസൂലുള്ളാഹിക്ക് ഖിയാമത്ത് നാൾ വരെ മരിക്കാൻ കഴിയൂല. ആരെ കേട്ടു? ഉമർ ഇബ്നു ഖത്താബ് നേരിലുള്ള ആളാണെന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. ആയത്തുണ്ടോ? ഞാൻ ഖുർആനെ മാത്രമേ പിടിക്കുള്ളൂ. അബൂ ഹുറൈറ ആണ് കേട്ടോ. അബൂ ഹുറൈറ ഹദീസൊക്കെ സ്വീകരിക്കാം എന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. ഓഹോ, ഞാൻ തള്ളിക്കളാം. അപ്പോൾ പിന്നെ ഇവരെ പോലത്തെ സ്വീകരിക്കണമെങ്കിൽ ഇവിടെ റസൂലുള്ളാഹിക്ക് എന്തിനു പറ്റൂല? വഫാത്താൻ പറ്റൂല. ഖിയാമത്ത് നാൾ വരെ ഇവിടെ ആരുണ്ടാണ്ടി വരും? മുത്തുനബി. അപ്പോൾ മുത്തുനബിക്ക് മരിക്കാൻ കഴിയൂല. ആ മുത്തുനബി മരിക്കുക, അതൊരു പരീക്ഷണമാണ്. മുഅ്മിനീങ്ങൾ ആ പരീക്ഷണത്തിൽ ജയിച്ചു, അവർക്ക് റഹ്മത്ത് കിട്ടും. മുനാഫിഖീങ്ങൾ ആ പരീക്ഷണത്തിൽ തോറ്റു, അവർക്ക് പരാജയം ഉണ്ടാവും. ഏത് വിഷയമാണെങ്കിലും തിരിച്ചറിയാത്ത കാര്യത്തെ അവലംബിക്കുന്നവർക്ക് ഫിത്നയായിരിക്കും ലക്ഷ്യം. തിരിച്ചറിയാത്ത കാര്യത്തെ അവലംബിക്കാം. എന്നാൽ അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഏതൊരു കാര്യം ചെയ്യേണ്ടതിന് വ്യക്തമായ രേഖകൾ ഖുർആനിലായിട്ടും അതിന്റെ വിശദീകരണമായി ഹദീസിലായിട്ടും മുത്തുനബി പറഞ്ഞിട്ടുണ്ടാകും. അഇമ്മത്ത് അത് വിശദീകരിച്ചിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങളിലെ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മതിയാവും. ആ പണ്ഡിതന്മാരാരാ? ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാർ. ഇമാമുന ശാഫിഈ, അബൂ ഹനീഫത്ത് നുഅ്മാൻ അൽ കൂഫി, ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. അവരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അലിഫ് ലാം മീമിന്റെ വ്യാഖ്യാനം അവർ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അത് പറയേണ്ടേ ആവശ്യമില്ല. 5 എന്നൊരു വാക്ക് പരിശുദ്ധ നിസ്കാരത്തെ പറ്റി ഖുർആനിൽ ഖംസ് എന്നൊരു വാക്ക് ഇല്ല. സ്വല്ലു ഖംസക്കും ഹദീസാണ്. സ്വല്ലു ഖംസക്കും എന്നൊരു വാക്ക് എന്തിലില്ല? ഖുർആനിലില്ല. അതെന്തേ? അത് അല്ലാഹുവിന്റെ വിഷയം. എന്നാ പണ്ഡിതന്മാർക്ക് 5 എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ 5 നിസ്കാരം പറയും. മനസ്സിലാവും? അസമുസ്ലിയാരും
നമ്മൾ അല്ലാഹു അദ്ദേഹത്തിന്റെ റജയത്തി കൊടുക്കട്ടെ. ചേകനൂരും കൂടെ വാദപ്രതിവാദം 5 വക്താണോ അല്ല 3 വക്താണോ വന്നു. ആദ്യത്തെ വിഷയാധാരണ അസമൂലിൽ ആദ്യത്തെ തന്നെ ആയത്തിന്റെ ഓരിയതോടുകൂടെ ചേകനൂരിനെ കറ്റുപോയി. എന്തുകൊണ്ട്? അഖ്മി സ്വലാത്ത ലിദുലൂശി ശംസി ഇലാ വസഖിൽ ലൈലി വഖുർആനിൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ഇതിൽ 3 പറഞ്ഞിട്ടുള്ളൂ. അഖ്മി സ്വലാത്ത ലിദുലൂശി ശംസി ഇലാ വസഖിൽ ലൈലി വഖുർആനിൽ ഫജ്ർ. 1 സൂര്യന്റെ ചാട്ടം, 2 രാത്രി, 3 ഫജ്ർ. 3 വക്താണെന്ന് സ്ഥാപിക്കാൻ ഇത്തരം ആയത്താണ് ആരുപയോഗിക്കാറുള്ളത്? ചേകനൂര്. ഒന്നാമത്തെ വിശദീകരണത്തിൽ തന്നെ ആ ആയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന 5 ശരിക്കും പറഞ്ഞു. ആര്? അസമൂലിൽ. പിന്നെ മറുപടിയില്ല. ഇരുത്തം ചെയ്ത ജ്ഞാനമുള്ള ആളുകൾ ഈ ഉമ്മത്തിലുണ്ടാവും, എന്നുണ്ടാവും. മുത്തലഖ് മുജ്തഹിദൊന്നും ആവൂലെങ്കിലും അതിന്റെ കീഴിലുള്ള മഹാന്മാരുണ്ടാവും. അവർക്ക് ആ മുത്തലഖ് മുജ്തഹിദീങ്ങൾ സ്ഥാപിച്ച കാര്യങ്ങളെ അതാത് കാലഘട്ടത്തിൽ സ്ഥാപിക്കാൻ അവർക്ക് കഴിയും. മനസ്സിലായോ? ഇത്തരം തിരിച്ചറിയാത്ത ആയത്തുമ്മ കളിച്ചിട്ടാണ് 3 വക്തേ ഉള്ളൂ എന്ന് ആര് പറഞ്ഞത്? ചേകനൂര്. എന്നാൽ മുത്തനബി നിസ്കരിച്ചതോ 5, സിദ്ദീഖുൽ അക്ബർ നിസ്കരിച്ചത് 5, സ്വഹാബത്തുൽ കിറാം നിസ്കരിച്ചത് 5, താബിഈൻ നിസ്കരിച്ചത് 5, ഇന്ന് വരെയുള്ള ഉമ്മത്തൊക്കെ നിസ്കരിച്ചത് 5. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സയ്യിഖുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി തിരിച്ചറിയാത്ത ചില ആയത്തുകൾ പിടികൂടി നടക്കും ചില ആളുകൾ. അതെന്തേ? അതൊരു പരീക്ഷണം. എന്നാൽ കാര്യങ്ങളെ വ്യക്തമായി കിട്ടുന്ന ഒരു വിഷയവും ഇല്ലാത്ത ദീനിലില്ല. എല്ലാ വ്യക്തിയും ഒന്നും ഉണ്ടാവില്ല. അവ്യക്തമായ ഒന്നും ദീനിലില്ല. ഒരു പ്രയാസകരമായ കാര്യം ദീനിലില്ല. അത് മനസ്സിലായില്ലല്ലോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇവിടെ വ്യക്തമായ വേദഗ്രന്ഥം എന്ന് പറയാനുള്ള കാരണമാണ് ഈ പറഞ്ഞത്. ഖുർആൻ വ്യക്തം, എല്ലാ കാര്യവും വ്യക്തം. ഒരാൾക്കും അതിന്മേൽ പഠിപ്പിക്കാൻ കഴിയില്ല. നന്മ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. എന്നാൽ പിശാചിന് ഒരു പ്രമാണമല്ല, പകരം ഒരു അവ്യക്തത ഉണ്ടാക്കല. പിശാച് മനുഷ്യനെ സ്വാധീനിക്കൽ എങ്ങനെയാ? പിശാചിന് വ്യക്തമായ ഒരു പ്രമാണം ഇല്ല, പകരം എന്താ? ദുർബോധനം. ഇബ്ലീസിന്റെ പ്രമാണം എന്താ? കുത്തിത്തിരിപ്പ. അല്ലാഹുവിന്റെതോ എല്ലാം നിർമ്മാണം, ഇബ്ലീസിന്റെതോ എല്ലാം കുത്തിത്തിരിപ്പ. ഞാൻ ഇവിടെ രണ്ടാളും അള്ളാഹിന്റെ പണിയും ശൈത്താന്റെ പണിയും പരിചയപ്പെടുത്തി തരാം. അല്ലാഹു അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. ഒരു സന്ദേഹവുമില്ലാത്ത വളരെ കൃത്യമായ ഒരു വേദഗ്രന്ഥം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് സൂക്ഷിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവർക്ക് എക്കാലവും ഇത് മാർഗ്ഗരേഖയാണ്. ഒരു സംശയമില്ല, ഒരു സന്ദേഹമില്ല. അപ്പോൾ നിർമ്മാണാത്മകമായ കാര്യമാണ് ആര് ചെയ്തത്? ശൈത്താനോ? മലിക്കിന്നാസ് ഇലാഹിന്നാസ് നിർമ്മാണം നടത്തി. 114 സൂറത്ത്. 114 അവസാനിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു, അയൽവാസി കുത്തിത്തിരിപ്പം കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരി വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. സൂപ്പർ മാർക്കറ്റിലേക്ക് ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിങ്ങൾ കയറാൻ വെക്കുന്ന നിങ്ങളെ കാലുകൾ കയറുമ്പോൾ പറയും, എന്ത് സാധനം ഒറിജിനലാന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ മതി കുത്തിത്തിരിപ്പായി. പിന്നെ നമ്മുടെ അവനെ കാണുന്ന സാധനത്തിനോടൊക്കെ നമുക്ക് ദേഷ്യം തോന്നും. എന്താ കാരണം? നിന്റെ പഠിക്കൽ ആരുണ്ട്? കുത്തിത്തിരിപ്പാരൻ. ഒരു നിർമ്മാണമല്ല, ഒന്റെ നിർമ്മാണം കുത്തിത്തിരിപ്പാണ്. ഒരു പ്രമാണമല്ല, ഒരു ഗ്രന്ഥമല്ല. ഒരു ആകെയുള്ള പ്രമാണമാണ് എന്ത്? കുത്തിത്തിരിപ്പ്. അള്ളാഹു പ്രമാണങ്ങളെ നൽകി. ഇബ്ലീസോ പ്രമാണമല്ല, കുത്തിത്തിരിപ്പാണ്. ഇത് പ്രമാണമാണ് എന്നതിന് 1-ാമത്തെ സൂറത്തിൽ തന്നെ അള്ളാഹു തആല രേഖ നൽകി. ഇത് പ്രമാണമാണ്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. എന്നാൽ അള്ളാഹു തആല പറഞ്ഞു, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. കുത്തിത്തിരിപ്പുകാരെ ശ്രദ്ധിക്കുക. അതിന് പ്രമാണമൊന്നുമില്ല. അതിന്റെ പ്രമാണം എന്താ? അത് എവിടുന്നുണ്ടായത്? അതിന്റെ നിർമ്മാണം എന്താ? അത് വക്രതയുള്ള മനസ്സിൽ നിന്നാണ് ഉണ്ടായത്. കുത്തിത്തിരിപ്പ് ഇബ്ലീസിന്റെ ക്യാപിറ്റൽ എന്നാൽ വക്രതയുള്ള മനസ്സാണ്. അതാണ് ഇബ്ലീസിന്റെ മൂലധനം. വക്രതയുള്ള മനസ്സാണ് ഇബ്ലീസിന്റെ മൂലധനം. അല്ലാഹുവിന്റെ നിർമ്മാണം തികച്ചും നിർമ്മാണം. അല്ലാഹുവിനെ അടിമപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. അടിമയെ രക്ഷപ്പെടുത്തുക എന്നുള്ള അള്ളാന്റെ ലക്ഷ്യം. അടിമയെ നേരെയാക്കുക എന്ന അള്ളാന്റെ ലക്ഷ്യം. സ്വതന്ത്രനായ അടിമയെ നേരെയാക്കലാണ് അള്ളാന്റെ ലക്ഷ്യം. സ്വാതന്ത്ര്യമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹവും. മനുഷ്യന് ഉയരുന്നതിനനുസരിച്ച് സ്വാതന്ത്ര്യം കൂടിക്കൊണ്ടേയിരിക്കും. ഒരു കമ്പനിയിൽ
600 റിയാലിന് ശമ്പളം ചെയ്യുന്ന ലോക്കൽ തൊഴിലാളി ഉണ്ടാവും. 80,000 റിയാല് മാസത്തിൽ ശമ്പളം വാങ്ങുന്ന തീരുമാനം മാനേജറുണ്ട്. ഇതിൽ ഒരാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും, ഒരാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ലോക്കൽ ആണിനനുസരിച്ച് സ്വാതന്ത്ര്യം കുറയും, ഹൈ ആണിനനുസരിച്ച് സ്വാതന്ത്ര്യം കൂടും. ലോക്കൽസിന് സ്വാതന്ത്ര്യം കുറയും, എന്തുണ്ടാവില്ല, ഉത്തരവാദിത്വം ഉണ്ടാവും. ആ കമ്പനിയിൽ 8 മണിക്ക് ഹാജരാകണം, 5 മണി വരെ പണിയെടുക്കണം എന്നാണ് നിയമം. 8 മണി 8:01 ഇവന്റെ മുകളിൽ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും, ചൂടാവും. എന്താടോ 8:01 എത്ര ശമ്പളം? 600 റിയാൽ. ഭക്ഷണമല്ല, ഭക്ഷണം നെഹി, അക്കോമഡേഷൻ നെഹി. 600 റിയാൽ. ഭയങ്കര സ്ട്രിക്റ്റാ. 5 മണി കഴിഞ്ഞ് 5:01 5:10 ആയാലേ സൂപ്പർവൈസർ ഇങ്ങനെ ആട്ടുള്ളൂ. അപ്പൊ 8 മണി മുതൽ 7:59 മുതൽ 5:01 5:02 വരെ ആ കമ്പനി പ്രസന്റ് ആയിരിക്കൽ നിർബന്ധമാണ്. ആർക്ക്? ഈ ലോക്കലിന് 600 റിയാല ശമ്പളം. മാനേജറ് ഉദ്ഘാടനത്തിന് അന്ന് വന്നതല്ല, അയാൾ എവിടെ അറിയില്ല. ഇവിടുന്ന് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് അയാൾക്ക് നേരത്തെ തന്നെ എപ്പോഴും അയാൾക്ക് എഴുതിയെടുക്കാം. ആൾ പകലുറങ്ങും, ചിലപ്പോൾ രാത്രി ഉറങ്ങും. പക്ഷെ പ്രശ്നമുണ്ട്. പ്രശ്നം ഇവൻ ഉണരുമ്പോഴും ഉറങ്ങും, മറ്റോൻ ഉറങ്ങുമ്പോഴും ഉണരും. ഇവൻ പണിയെടുക്കുമ്പോൾ ഉറങ്ങും. ആര്? ലോക്കല്. പണിയെടുക്കുമ്പോഴും ഉറങ്ങും. ആര്? ലോക്കല്. മറ്റയാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ആ മാനേജറായിട്ട് ഇന്നുവരെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അയാൾ മസ്ഊല. ഇവൻ എന്ത് മസ്ഊല? ഇവൻ ഈ ലോക്കൽ ഈ കമ്പനിയിലേക്ക് വന്നപ്പോൾ ഒരു നിയമമില്ല. എപ്പോഴാ പറ്റേ അപ്പറിച്ചിടും. മറ്റോ കുടുംബം എഴുതി കൊടുത്തിട്ടുണ്ടാവും, എന്റെ കാരണത്താൽ കമ്പനിക്ക് നഷ്ടം വന്നാൽ എന്റെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ കമ്പനിയുടെ നഷ്ടത്തിനെ പരിഹരിക്കാൻ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്താലേ മാനേജർഷിപ്പിൽ ജോലി കിട്ടുള്ളൂ. അയാൾ എന്റെ രാവിലെ 10 മണിക്ക് ഉറങ്ങിയത് രാത്രി 2 മണി 3 മണി വരെ ബിസിനസ് മീറ്റിംഗ് ഉണ്ടാവും. ചിലപ്പോൾ നേരം പുറത്താൽ ഉറങ്ങാൻ കഴിയില്ല, ഉറങ്ങാൻ കഴിയില്ല. മറ്റവൻ പണിയെടുക്കുമ്പോൾ സിനിമപ്പാട്ടും പാടിയാ പണിയെടുക്കുക. മറ്റവൻ സിനിമ കണ്ടപ്പോഴും സിനിമ ശ്രദ്ധിക്കാൻ കഴിയില്ല. ഈ ലോക്കലായ ആള് 600 റിയാലിന്റെ ഇവൻ സിനിമന്റെ കഥയും പാട്ടും പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യാ പണിയെടുക്കുവാൻ മസ്ഊലല്ല. മറ്റേയാളോ ഭാര്യ കുട്ടികൾ സിനിമക്ക് പോകാൻ നേരത്താണ് കമ്പനിയിൽ വിളി വന്നത്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും അയാൾ ഭാര്യ തെറ്റിപ്പോയത്. മനുഷ്യൻ ഉന്നതനാവുന്നതിനനുസരിച്ച് സ്വാതന്ത്ര്യം ഉണ്ടാവുന്നതിനനുസരിച്ച് മസ്ഊലായിരിക്കും. അതാണ് പ്രശ്നം. മറ്റേയാൾക്കോ ഒരു പ്രശ്നമില്ല. സ്വാതന്ത്ര്യം ഇല്ലാത്തവർക്ക് മാനിഫെസ്റ്റോയില്ല, പ്രശ്നമില്ല. ഇവിടെ എന്താണ് ഈ വൽ കിതാബിൽ മുബീൻ എന്ന വാക്കിന്റെ വ്യാഖ്യാനാണ് ഈ പറയുന്നത്. വ്യക്തമായ വേദഗ്രന്ഥം എന്തുകൊണ്ട് മനുഷ്യൻ നൽകി? അത് മനുഷ്യന്റെ ഏറ്റവും വലിയ ഔന്നത്യാണ്. മനുഷ്യൻ സ്വതന്ത്രനാണ്. സ്വതന്ത്രനാവുന്നതിനനുസരിച്ച് അവൻ എന്തായിരിക്കും? മസ്ഊലായിരിക്കും. സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ മസ്ഊലാവൂല. സ്വാതന്ത്ര്യത്തിനനുസരിച്ച് മസ്ഊലായിരിക്കും. മനുഷ്യന് എന്താ വിഷയം അറിയാം? സ്വാതന്ത്ര്യം കൂടുന്ന ആൾക്ക് സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എന്ത് കൂടും? മസ്ഊലിയത്ത് കൂടും. മനുഷ്യൻ ജീവവർഗങ്ങളിൽ സൃഷ്ടികളിൽ സ്വാതന്ത്ര്യമുള്ള സൃഷ്ടിയാണ് ആര്? മനുഷ്യൻ. അതിനനുസരിച്ച് മനുഷ്യന് ചോദ്യമുണ്ടോ? മസ്ഊലായിരിക്കും. അപ്പോൾ കൃത്യമായ മാനിഫെസ്റ്റോ വേണം. ആ മാനിഫെസ്റ്റോ എന്നെ അതാണ് വ്യക്തമായ വേദഗ്രന്ഥം. അത് വ്യക്തമായ പ്രമാണം, വ്യക്തമായ തന്നെ. ഒരാളുടെ മേൽ കൊടുക്കുന്ന ആധാരത്തിന്റെ ലാസ്റ്റ് വാക്കൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നു. നിങ്ങൾ ആലോചിക്കും, എന്തിനാ പത്രം ഇങ്ങനെയൊക്കെ എഴുതിയത്? വ്യക്തമാക്കും. എന്തുകൊണ്ടെന്നറിയോ? പിന്നെ ഇതിന്മേൽ വിഷയം ഉണ്ടാകില്ല. നിങ്ങൾ ആധാരം വായിച്ചു നോക്കിയിട്ടില്ലേ? ആധാരത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് മറ്റൊരാളുടെ അവകാശമോ ചില പദങ്ങളൊക്കെ മലയാളത്തിന് ഇപ്പൊ ഇന്ന് ഉപയോഗത്തിൽ പോലും ഇല്ലാത്ത പദങ്ങൾ. പക്ഷെ ആ പദം കൃത്യമായ പദങ്ങളാണ്. തീർച്ചയോ ഇല്ലാന്നില്ലാത്ത ഒരൊറ്റ ആധാരമല്ല. അതൊന്നും ഉപയോഗത്തിലുള്ള പദങ്ങളല്ല. പക്ഷെ അത് ശബ്ദ താരാവലി എടുത്തു നോക്കിയാൽ വ്യക്തമാണ്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇതിന്റെ മേൽ വേറൊരാൾക്ക് അധികാരമോ ഇതിന്റെ മേലൊരു പണയമിടപാടോ ഒന്നുമില്ല. ഇയാൾക്ക് സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുത്തു എന്നതിന് വ്യക്തമായ രേഖയാണ് എന്ത്? ആധാരം. എന്തുകൊണ്ടാ ഇത് വ്യക്തമായ രേഖയാ? എന്തിനാ വ്യക്തമായ? അപ്പോഴേ മറ്റയാൾക്ക് പൂർണ്ണമായി അതും ഉപകരിക്കുള്ളൂ. ഇതന്നെയാണ് അലിഫ്ലാം ദാലിക്കൽ കിതാബു. വ്യക്തമായ രേഖ എന്താണ്? വ്യക്താണ്. ഒരു വ്യക്തതയില്ല. ആധാരം നമ്മളെ പേരിൽ എഴുതി കിട്ടിയാൽ, ഇനിയിപ്പോ അത് വേറെ ഒരാളാണോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് തന്നെ നമ്മൾ തന്നെ. കാരണം അതിന്റെ ഉദ്യോഗസ്ഥന്മാർ അത് നോക്കി പരിശോധിച്ച്
എല്ലാം ക്ലിയർ ആക്കിയാലേ ക്ലിയർ സർട്ടിഫിക്കറ്റ് തരൂ. ഇതന്നെയാ ഖുർആൻ. അലിഫ് ലാം മീം ദാലിക കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് കൃത്യമായ പ്രമാണമാണ്. ഹമീം വൽ കിതാബിൽ മുബീൻ. വ്യക്തമായ രേഖകളുണ്ടാണ്, ഒന്നുമില്ല. ഇതാണ് ഇതിന്റെ ലോജിക്. ഇതാണ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ലോജിക്. ഇത് മനസ്സിലാക്കണം. തിരിച്ചറിയാത്തതാണെന്ന് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ പിന്നെ അങ്ങനെ നിനക്ക് പരിശുദ്ധ ഖുർആനിലെ 6 ആയത്തുണ്ട്. ചില ആയത്തുകളുണ്ട് മുത്തശാബിയായ ആയത്ത്. അതെന്റെ അത് നിനക്ക് ഇടപാടില്ല. അത് സ്റ്റാപ്പോണ്ട് ഞാൻ കൂട്ടിക്കളാം. അവിടെ എനിക്ക് ചാൻസ് ഇല്ല. അവിടെ കയറേണ്ട ആവശ്യം നിനക്കില്ല. നിന്റെ കാര്യം നേടാൻ ഇഷ്ടംപോലെ ഇപ്പുറത്ത് സാധനം ഉണ്ട്. പിന്നെ എന്തിനാ എന്റെ ഉള്ളിൽ കയറുന്നത്? എന്റെ ഉള്ളിൽ കയറിയാൽ മഴയൊക്കെ ഇറങ്ങാനോട്ട് കഴിയൂല. അങ്ങനെ തന്നെയല്ലേ, എല്ലാം അങ്ങനെയല്ലേ. فأما الذين في قلوبهم زيغ ويتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله. ഖുർആൻ നമ്മൾക്ക് വ്യക്തമാണ്, ഏതൊരു അബദിനും വ്യക്തമാണ്. അവൻ ആവശ്യമുള്ളത് മുഴുവനുണ്ട്. അവന് തിരിച്ചറിയാത്ത കാര്യത്തിൽ അവനോട് നിബന്ധനയും കാര്യങ്ങൾ മനസ്സിലാക്കി. നേരെ കുറിച്ച് പിശാച് അങ്ങനെയല്ല. പിശാചിന് പ്രമാണങ്ങളില്ല. പിശാചിന്റെ ഒരു വക്രത മാത്രമാണ്, നിർമ്മാണമില്ല. അള്ളാഹുവിന്റെ ഒക്കെ നിർമ്മാണമാണ്. പിശാചിന്റെ എന്തല്ല, നിർമ്മാണമല്ല. കുഴപ്പമുണ്ടാക്കി അവന് പണിയില്ല. ഇബ്ലീസിന് ക്യാപിറ്റൽ ഇല്ല. ഇബ്ലീസിന് കുത്തിത്തിരിപ്പാണ്. അള്ളാഹുവിന് എന്ത് മാത്രമേ ഉള്ളൂ, നിർമ്മാണം. കാരണം അള്ളാഹു നിർമ്മിച്ചവനാണ്, ഇബ്ലീസ് നശിപ്പിച്ചവനാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാര്യം ഒക്കെ വ്യക്തമാണ്, ഇബ്ലീസിന്റെ കാര്യം ഒക്കെ അവ്യക്തമാണ്. നമ്മള് ഇതെല്ലാം വ്യക്തമാണ്. നേരെ മറിച്ച് ഈ ബലൂണൊക്കെ ഇവിടെ പൊട്ടിച്ചിറങ്ങിപ്പോയ ആളെ പറ്റി പിന്നെ നമ്മൾ ചോദിക്കും, എന്നാലും എങ്ങനെ ഇപ്പൊ ഇതൊക്കെ എല്ലാം കൂടി ഓനാണ് പൊട്ടിച്ച്? അത് അവ്യക്തം. ഇബ്ലീസിന്റെ കാര്യം മുഴുവൻ അവ്യക്താണ്, അള്ളാഹുവിന്റെ കാര്യം മുഴുവനും വ്യക്തമാണ്. കിതാബിൽ മുബീൻ എല്ലാം വ്യക്തമാണ്. അള്ളാഹു തആല കാര്യങ്ങളെ തൗഫീഖ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ.